friends, Assalamualaikum. Namaskaram. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ വീട്ടിൽ ഞാൻ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പൊ കുറെ പേര് കമന്റ്സിൽ ചോദിക്കാറുണ്ട് വീട്ടിൽ നോമ്പ് തുറക്കാൻ പോയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ വന്നപ്പോൾ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോ എടുത്തൊരു വീഡിയോ ആണ്. ഞാനൊരു 4-5 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഈദിന് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ അൺബോക്സ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് മുന്നായിട്ട് നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഒരു ഓൺലൈൻ ട്യൂഷനെ കുറിച്ച് പറയാനാണ് ഇപ്പൊ ഞാൻ വന്നത് കേട്ടോ. ഓൺലൈൻ ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്. മക്കൾക്കൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ ഫുള്ളായിട്ട് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇനി വരുന്ന വർഷവും അത് തന്നെ ആയിരിക്കും സ്ഥിതി. അതിനേക്കാളും കൊറോണയൊക്കെ കൂടിയേക്കാണല്ലോ. അപ്പം എന്തായാലും ഓൺലൈൻ ക്ലാസ് തന്നെ ആയിരിക്കും. അപ്പം നമ്മള് ട്യൂഷൻ ഫെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെയും വീട്ടിലേക്ക് വരുത്താനോ അതുപോലെ തന്നെ പോയിട്ട് ട്യൂഷന് അറ്റൻഡ് ചെയ്യാനൊന്നും കഴിയാത്തൊരവസ്ഥയാണ്. അപ്പം ഇതിന്റെ ഒരു ഓൺലൈൻ വേർഷനാണ്. സ്റ്റെപ്പപ്പ് എന്ന് പറയുന്ന ഒരു ടീം അവരുടെ ഒരു ട്യൂഷൻ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ടാണ്. പക്ഷെ അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു സ്റ്റുഡന്റിന് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് അവര് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത്. എല്ലാ സബ്ജക്റ്റും ഉണ്ട്. CBSE സിലബസിനും അതുപോലെ തന്നെ കേരള സിലബസിനും 2 സിലബസിലും അവര് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. അവരുടെ ട്യൂഷൻ ഫീയും അവരുടെ പാക്കേജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ സബ്ജക്റ്റിന് അറ്റൻഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവര് അത് സ്പെഷ്യൽ ആയിട്ട് തന്നെ എടുത്തു തരും. പിന്നെ അവരുടെ ഒരു ഡെമോ ക്ലാസ് ഉണ്ട്. ആ ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാൽ മാത്രം അവരുടെ ട്യൂഷനിൽ ജോയിൻ ചെയ്യുക, അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഷേസനെയും ഡെമോ ക്ലാസ്സിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്സിന്റെ ക്ലാസ്സിലാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ക്ലാസ് ആയിട്ട് തോന്നി. ഞാൻ നിങ്ങൾക്കും വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചു തരാം. പിന്നെ അതുമല്ല അവൾക്കും തന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ടീച്ചർ അവർക്ക് തന്നെ എടുക്കുമ്പോൾ നമ്മളുടെ അറ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാനുള്ള ഒരു ചാൻസ് വരുന്നില്ലല്ലോ. ഇതിപ്പം നമ്മള് സ്കൂളത്തെ ക്ലാസ് എന്ന് പറയുന്നത് സൂം ക്ലാസ്സിൽ ഒരുപാട് പേര് കുട്ടികളുണ്ടാവും, ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരു ടീച്ചറാണ് ഹാൻഡിൽ ചെയ്യുക, അല്ലെങ്കിൽ 2 ടീച്ചേഴ്സ്. അപ്പൊ മാക്സിമം എത്രത്തോളം ഓരോ സ്റ്റുഡൻസിനും അറ്റൻഷൻ കിട്ടും എന്നുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം. പിന്നെ നമ്മള് പാരന്റ്സ് അവരുടെ അടുത്ത് ഫുള്ളായിട്ട് ഇരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രദ്ധ മാറ്റിയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ ഫുൾ ടൈം ശ്രദ്ധിപ്പിക്കും. പക്ഷെ ഷേസിന്റെ കാര്യത്തിലൊന്നും എനിക്ക് അധികം പറ്റലില്ല കേട്ടോ. അവളുടെ അടുത്ത് ഫുൾ ടൈം പോയിരിക്കാൻ പറ്റലില്ല. ഷെസിന്റെ ക്ലാസ്സിൽ പിന്നെ ഞാൻ തന്നെ പോയിരിക്കും. പിന്നെ ഇത് 6th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയാണ് ഇവര് ക്ലാസ് എടുക്കുന്നത്. 6th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് അവർ ക്ലാസ് എടുക്കുന്നത്. പിന്നെ JEE NEET അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിന്റെ ക്ലാസ്സുകളെല്ലാം ഇവർ എടുത്തു തരുന്നതാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഷേസിന്റെ ഡെമോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോമ്പുതുറ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ അവിടെ ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ഇതാ സ്ക്രീനിൽ കണ്ടോ ഇങ്ങനെ എഴുതി കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സ് അവിടെ നിന്ന് എഴുതി കാണിച്ചു കൊടുക്കുന്നത് ഈ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോട്ടിലും അതുപോലെ തന്നെ ബോർഡിലൊക്കെ എഴുതി കാണിച്ചു കൊടുക്കുന്ന പോലത്തെ ഒരു സിസ്റ്റം. അപ്പോൾ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി, നല്ലോണം മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞു ഷേസ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അവരുടെ ക്ലാസ് എടുക്കുന്ന സിസ്റ്റം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതായിരുന്നു. ഈ ഒരു രീതിയിലാണ് അവർ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് അവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നോമ്പുതുറ വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് അവിടെ ബിരിയാണിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പത്തിരിയൊക്കെ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ഇതാ ഇവിടെ മോളി ചിക്കൻ റോള് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഉന്നക്കായും തരിക്കഞ്ഞിയും പത്തിരിയൊക്കെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഞാൻ ബീഫ് വെക്കാനുണ്ടായിരുന്നു അത്താഴത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്.
ഇപ്പോൾ റെഡി ആയതൊക്കെ കിച്ചണിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഇതവിടെ തരിക്കഞ്ഞ് റെഡി ആയിട്ടുണ്ട്. പത്തിരി, മോളിതവിടെ ലൈം ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിലേക്ക് ഒഴിക്കുന്നത് ശംഖുപുഷ്പത്തിൻ്റെ വെള്ളമാണ് കേട്ടോ. ഇനി ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതാ ചിക്കൻ കഴുകി വൃത്തിയാക്കി അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ റോൾ ഫ്രൈ ചെയ്തെടുത്ത ഓയിലാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ പതയായിട്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതാ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 കാഷ്യൂ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചുടുവെള്ളത്തിൽ കാഷ്യൂ ഇട്ട് വെക്കുകയാണ്, എന്നാൽ വേഗത്തിൽ കുതിർന്ന് കിട്ടിക്കോളും. അപ്പോൾ ഇതാ സവാളയൊക്കെ നല്ലോണം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നേരത്തെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി സെയിം പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മാഗി ചിക്കൻ ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള സവാളയുടെയും കാഷ്യൂവിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ, അത് 2ാം പാലിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അവസാനമായിട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ഈസി ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇനി ഫ്രൂട്ട്സ് കട്ടിങ്ങും ജ്യൂസ് അടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ. ഈ പപ്പായ വെച്ചിട്ടാണ് ജ്യൂസ് അടിക്കുന്നത്. ഇത് ബ്രദറിൻ്റെ വീട്ടിലുണ്ടായതാണ്, അതായത് ഷംസിൻ്റെ ഒക്കെ വീട്ടിൽ. അപ്പം നല്ല അടിപൊളി പപ്പായാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും കൂടെ ഒരുമിച്ച് നോമ്പ് തുറക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഒരു കൊറോണയും ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ആ ഒരു പ്ലാനൊക്കെ മാറ്റി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അങ്ങനെ നോമ്പ് തുറന്ന് പോവുകയാണ്. ബാങ്ക് കൊടുത്ത് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ബിരിയാണിയും പത്തിരിയും എല്ലാം ടേബിളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് വേണ്ടത് എടുത്ത് കഴിക്കാന്നുള്ള രീതിയിൽ ഷെസിനൊക്കെ നോമ്പുണ്ട്. അപ്പോൾ അവനൊക്കെ നോമ്പ് തുറന്ന ഉടനെ തന്നെ പത്തിരിയും ഒക്കെ കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ 4-5 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അധികം റെസിപ്പീസ് ഒന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻഷാല്ല കൂടുതൽ റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇനി നമുക്ക് പെരുന്നാളിന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഷീസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്നാണ് കേട്ടോ നമുക്ക് ഡ്രസ്സ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. എനിക്കും ഷേസക്കും വേണ്ടിയിട്ടാണ് സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതാ ഒരു നേവി ബ്ലൂ കളറിലും പിന്നെ ഇതാ ഈ ഒരു ഗ്രീൻ കളറിലുള്ളതാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളറിലുള്ളത് ഷേസക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നല്ല ഫ്ലെയർ ഉള്ള നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ സ്ലീവൊക്കെ കണ്ടോ, വേറൊരു ടൈപ്പ് കട്ടിങ്ങൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതിലേക്കൊരു ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എൻ്റെ ഡ്രസ്സ് നോക്കാം. ഇതൊരു നേവി ബ്ലൂ കളറിലാണ് വരുന്നത്. അപ്പം അതിലേക്കും ദുപ്പട്ടയുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ടോപ്പും വരുന്നുണ്ട്. അപ്പം ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ അതിൽ പ്രിൻറ്റഡ് ഗോൾഡൻ വർക്കും വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഷോളാണിത്. ഷോളിനും അതുപോലെ തന്നെ ഗോൾഡൻ കളർ പ്രിൻറ്റഡ് വർക്ക് വന്നിട്ടുണ്ട്. ഷീസോണിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കമൻറ്റിൽ പിൻ ചെയ്തും വെക്കാം. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉള്ള ഒരു പേജാണ്. നിങ്ങൾ വിസിറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അൽമ ഫാഷൻ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മറ്റൊരു ഗിഫ്റ്റ് ബോക്സും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കുറച്ച് ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുറച്ച് റിങ്ങിൻ്റെ കളക്ഷൻസാണ്. അപ്പോൾ ഇതൊരു വലിയ ഗോൾഡൻ കളർ ഷെയ്ഡിൽ വരുന്ന വലിയൊരു റിങ്ങാണ്. എനിക്ക് ഇങ്ങനത്തെ റിങ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ അതേ ആ ഒരു സൈസ് തന്നെ വരുന്ന ബ്ലൂ കളർ സ്റ്റോൺ വർക്ക് വരുന്ന ഒരു റിങ്ങാണിത്. പിന്നെ ഗോൾഡൻ കളർ ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ അതേ ഒരു പാറ്റേണിൽ തന്നെ വേറെയും 2 റിങ് ഉണ്ട്.
ഷേസൻ്റെ ഡ്രസ്സിലേക്ക് നല്ല മാച്ച് ആവട്ടത്. അതുപോലെ തന്നെ ഈ ഒരു റിങ്ങും ഷേസയുടെ ഡ്രസ്സിലേക്ക് നല്ല മാച്ചാണ്. ഏകദേശം ഈ ഒരു ടൈപ്പ് റിങ് ഇതിൻ്റെ കുറച്ചും കൂടെ വലുത് സിൽവർ കളറിൽ വരുന്നത് എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്, ഈ ഒരു ഗോൾഡൻ കളറിലുള്ളതും. പിന്നെ ഇതാ ഒരു ബാംഗിളിൻ്റെ സെറ്റാണ്. ഇത് നല്ല ഭംഗിയുണ്ട്. ഞാൻ അധികം ബാംഗിൾസ് ഒന്നും ഇടാറില്ല, പക്ഷെ ചിലത് എനിക്ക് ഇടാൻ ഇഷ്ടമാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഇതാ ഒരു വാച്ചാണ്. ഇതും നല്ല ഭംഗിയുണ്ട് കാണാൻ. അടുത്തത് ഇതുപോലൊരു സെറ്റാണ്. ഇങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ വള എന്ന് പറയാം. വളയും അതിൽ തന്നെ ഒരു പെൻഡൻറ്റ് വരുന്നുണ്ട്. ഇതൊരു പെൻഡൻ്റാണ്. പിന്നെ സ്റ്റഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു റിങ്ങുമാണ്. ഇങ്ങനൊരു സെറ്റായിട്ടാണ് ഇത് വരുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ്. അപ്പോൾ നിങ്ങൾ അൽമ ഫാഷൻ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻസൊക്കെ ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.